കുവൈത്തും സൗദി അറേബ്യയും ഹൈ അലേർട്ടിലാണുള്ളത്. ഏത് നിമിഷം വേണമെങ്കിലും ഇറാന്റെ ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ നിൽക്കുന്നത്. കാരണം എന്താണെന്നല്ലേ നമുക്ക് പരിശോധിക്കാം. അതുപോലെ ഇറാനും യുഎഇയും സൗദി അറേബ്യയും തമ്മിലുള്ള ശത്രുത വളർത്താൻ വേണ്ടി കുത്തിത്തിരിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ നെതന്യാഹു. അത് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ കുവൈത്തി ഇഷ്യൂ നോക്കാം. കുവൈത്തി ഇഷ്യൂ എന്ന് പറയുന്നത് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇറാന്റെ ബോട്ടിനെ അൺലോഫുൾ ആയിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് കുവൈറ്റ്. 4 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പേർഷ്യൻ ഗൾഫിൽ നിന്നും. ഈ ഇല്ലീഗൽ ആക്ട് നടന്നിട്ടുള്ളത് US ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന അടുത്തുള്ള ഒരു ഐലൻഡിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു കാര്യം നടന്നിട്ടുള്ളത് എന്നാണ് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. വി ഡിമാൻഡ് ഇമ്മീഡിയറ്റ് റിലീസ് ഓഫ് അവർ നാഷണൽസ്. ഇവരുടെ നാഷണൽസിനെ, അതായത് ഇറാനിയൻസിനെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്യണം. അതുപോലെ റിസർവ് ദ റൈറ്റ് ടു റെസ്പോണ്ട്. ഇതിന് തിരിച്ചടിക്കാനുള്ള റൈറ്റ് നമ്മൾ റിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതൊരു വാർണിംഗ് ആണ്. പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ പുറത്തു വിടുക, ഇനി തിരിച്ചടിക്കാനുള്ള റൈറ്റ് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കുവൈത്തിനോട് ഇറാൻ അറിയിച്ചിട്ടുള്ളത്. ഇനി സൗദി അറേബ്യ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് നോക്കിയാൽ ഇത് മാർച്ചിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. പക്ഷേ ഇന്നലെയാണ് ഈ കാര്യങ്ങൾ പുറത്തു വിട്ടിട്ടുള്ളത്. അതായത് സൗദി അറേബ്യ ലോഞ്ച് അറ്റാക്ക് ഓൺ ഇറാൻ ഇൻ മാർച്ചിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് സൗദി അറേബ്യ ലോഞ്ച് മൾട്ടിപ്പിൾ സ്ട്രൈക്ക് ഓൺ ഇറാൻ ഇൻ റെസ്പോൺസ് ടു ദി അറ്റാക്ക് ഇൻ കിങ്ഡത്തിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അറ്റാക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സൗദി അറേബ്യ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇറാനെതിരെ. ഓക്കെ, വെസ്റ്റേൺ ഒഫീഷ്യൽസ് ആണ് ഈ കാര്യം പുറത്തുവിട്ടിട്ടുള്ളത്. അതുപോലെ ദ അറ്റാക്ക് മാർക്ക് ദ ഫസ്റ്റ് ടൈം സൗദി അറേബ്യ ഈസ് നോൺ ടു ഹാവ് എ ഡയറക്റ്റ് ക്യാരി ഔട്ട് അറ്റാക്ക് ഓൺ ഇറാനിയൻ സോയിൽ. ഇറാനിയൻ സോയിലിൽ ഡയറക്ട്ലി അറ്റാക്ക് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഇൻസിഡന്റ് ആണ്, ഫസ്റ്റ് ടൈം ഇൻസിഡന്റ് ആണ് സൗദി അറേബ്യ എന്ത് ചെയ്യുന്നത്, ഇറാന് നേരെ ഡയറക്ട്ലി ഒരു അറ്റാക്ക് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പുറത്തുവിട്ടിട്ടുള്ളത് ഇന്നലെയാണ്. മാർച്ച് നടന്ന സംഭവമാണ്. പക്ഷേ ഇന്നലെയാണ് ഇതിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. അതായത് സൗദി അറേബ്യ ഡയറക്ട്ലി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം. ഇത് സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടി വേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നെതന്യാഹുവിന്റെ കുത്തിത്തിരിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ നെതന്യാഹു ഉണ്ട് എന്നുള്ള കാര്യമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി യുഎഇയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഡയറക്ട്ലി നെതന്യാഹുവായിട്ട് റിലേറ്റഡ് ആണ്. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പറഞ്ഞിട്ടുള്ളത് ഡ്യൂറിംഗ് ദ വാറിന്റെ സമയത്ത് നെതന്യാഹു പെയ്ഡ് എ സീക്രട്ട് വിസിറ്റ് ടു ദി യുഎഇയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സീക്രട്ട് വിസിറ്റ് നടത്തിയിട്ടുണ്ട് നെതന്യാഹു. ആൻഡ് വെർ ഹി മെറ്റ് വിത്ത് യുഎഇ പ്രസിഡന്റുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ യുഎഇ ഈ കാര്യം ഇപ്പോൾ ഡിനൈ ചെയ്തിട്ടുണ്ട്. യുഎഇ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവോ അല്ലെങ്കിൽ നെതന്യാഹുവുമായി ബന്ധപ്പെട്ടുള്ള അതായത് റെപ്രസെന്റേറ്റീവോ ആരും യുഎഇയിലേക്ക് വന്നിട്ടുമില്ല, സീക്രട്ട് വിസിറ്റ് നടത്തിയിട്ടുമില്ല, നമ്മുടെ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ മറ്റാരെയും കണ്ടിട്ടുമില്ല എന്നുള്ള ഒരു കാര്യമാണ് യുഎഇ അറിയിച്ചിട്ടുള്ളത്. ദ സ്റ്റേറ്റ് കൺഫേം ദാറ്റ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻഷിപ്പ് ആണ്. അതായത് അബ്രഹാം അക്കൗണ്ടിന്റെ കാര്യത്തിലുള്ള ഒക്കെയുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ്, അല്ലാതെ നോട്ട് ബേസ്ഡ് ഓൺ സീക്രട്ട് ഓർ ഹിഡൻ അറേഞ്ച്മെന്റ്സ്. അങ്ങനെ ഒരു സീക്രട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സോ ഒന്നും ഇല്ല എന്നുള്ള കാര്യമാണ് യുഎഇ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്നും വ്യക്തമാണ് നെതന്യാഹു ഇസ്രായേലി ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനും യുഎഇയും തമ്മിലുള്ള ബന്ധം കുറച്ചും കൂടി പ്രശ്നങ്ങൾ രൂപീകരിക്കാൻ, അതായത് അവർ തമ്മിലുള്ള ശത്രുത വീണ്ടും കൂട്ടാൻ, അധികരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യുഎഇനെ മാത്രമല്ല സൗദി അറേബ്യയും. ഈ വാർ നടക്കുന്ന സമയത്ത് ഇസ്രായേലിനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് യുഎഇ ആണ്. ഇപ്പോൾ സീസ് ഫയറിന് ശേഷവും ഇറാൻ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് യുഎഇ ആണ്. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങൾ വീണ്ടും ശക്തമാക്കി യുഎഇയും സൗദി അറേബ്യയും വീണ്ടും ഇറാൻ അറ്റാക്ക് ചെയ്യിക്കാനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു ഈ യുദ്ധം വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.